തെക്കുംഭാഗം സ്വദേശിനിയായ 10 വയസ്സുകാരിയെ ബന്ധുക്കൾ ഉപദ്രവിച്ചതായി പരാതി. സംഭവത്തിൽ തെക്കുംഭാഗം പോലീസ് കേസെടുത്തു. കുട്ടിയുടെ അമ്മയുടെയും സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. പിതാവിന്റെ അച്ഛനെ ആക്രമിക്കുന്നതിനിടയിലാണ് ഭിന്നശേഷിക്കാരിയായ കുട്ടിക്കും ഉപദ്രവമേറ്റത്. കുടുംബത്തിന്റെ വീട് കയറി ആക്രമണം നടത്തിയതായും പരാതിയുണ്ട്. ഞാൻ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഇവരുടെ അടി കാരണം ജീവിക്കാൻ വയ്യ. എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞിനെയും എൻ്റെ അമ്മയെ കൊല്ലുമെന്ന് പറയുന്നത്. എവിടെ കൊടുത്തിട്ട് എവിടെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ആയിട്ടില്ല. കേസ് അവരെടുക്കത്തില്ല എന്ന് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു. ആ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവർ ആ കേസ് എടുത്തിട്ടില്ല. കുഞ്ഞിൻ്റെ കേസിലെ വാറൻറ്റ് വന്നവർ ഇപ്പം ജാമ്യം എടുത്തിട്ടുണ്ട്. അപ്പം ഈ കേസ് അവരെടുത്തു കഴിഞ്ഞാൽ അവരുടെ ജാമ്യം അതില്ലാതാവുകയും അവർ അറസ്റ്റിൽ പോവുകയും ചെയ്യും. അതുകൊണ്ട് പോലീസുകാർ മനഃപൂർവ്വം കേസെടുക്കാത്തതാണ്. ചവറ സൗത്ത് മാരിഭാഗം വലിയേഴത്ത് വടക്കതിൽ വീട്ടിലാണ് ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത്. ഇവരുടെ വസ്തുസംബന്ധമായ ചില തർക്കങ്ങൾ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു. 5 പേർ ചേർന്നാണ് ഭിന്നശേഷിക്കാരിയായ കുട്ടിയെ ആക്രമിച്ചത്. അമ്മയും അന്നെത്തിയ അമ്പിളി ഉണ്ടാകുന്ന എൻ്റെ അച്ഛ അതന്ന് പുള്ളി ഉണ്ടാകുന്ന ഒന്നത്തായിരുന്നു. അമ്മ ഓണി ഇല്ല അമ്പിളി ആയോണ്ടാ അഞ്ചാണ് ഞാൻ ഊട്ട് അഞ്ചാണ്. അമ്മ ഊട്ട് അഞ്ചില്ല. അമ്മ ഊട്ട് നിന്നാണ് ഉണ്ടാണ്. ഇനി ഞാൻ അയ്യത്തിയ ഞാൻ അയ്യത്താന്ന പേര് അമ്മമ്മ ഊട്ട് അമ്മ ഇല്ലല്ലോ. അമ്മമ്മ അച്ഛൻ വാങ്ങിയ അമ്മമ്മ പേര് ഉത്തരാച്ചുകൊണ്ടുപോകുമ്പോ മകളെയും മാതാപിതാക്കളെയും മർദ്ദിച്ചതായും പരാതിയിൽ പറയുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ മർദ്ദിച്ചതിന് അമ്മയുടെയും സ്പെഷ്യൽ അധ്യാപികയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തെക്കുംഭാഗം പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടൊരു 6 മണിയോടുകൂടി ഒരു 3-4 പോലീസുകാർ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ ഞാനും എൻ്റെ മോളും ഉണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ അമ്മ അയലത്തൊരു വീട്ടിൽ പോയിരുന്നതാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഇത് വഴിയല്ലേ, ഇത് നിങ്ങളെന്തിനാണ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, സാറേ ഇത് വഴിയല്ലേ, ഇത് വസ്തുവാണ്, ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങളുടെ വസ്തുവിനകത്തല്ല, അതിനെ എവിടെ കൊണ്ട് വെക്കുമെന്ന്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ അയൽവാസിയായ 2 സ്ത്രീകൾ ചേർന്ന് 2 സ്ത്രീകളും പിന്നെ ഒരു പുരുഷനും ചേർന്ന് ഞങ്ങളുടെ വസ്തുക്കളെല്ലാം നശിപ്പിക്കുകയും എന്നെ എൻ്റെ മോളെയും അമ്മയും ആക്രമിക്കുകയും ചെയ്തു. ഇതെല്ലാം പോലീസുകാർ നിൽക്കുമ്പം തന്നെ. അപ്പം ഞാൻ പോലീസുകാരോട് പറയുകയും ചെയ്തു, നിങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ വരുന്നു പോകണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞ എക്സ്ക്യൂസ് അവരോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയൊരു കേസ് കൊടുക്ക് എന്ന്, ഞങ്ങളെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ എപ്പോൾ കൊണ്ടുപോയി ഒരു കേസ് എടുത്താലും ആ ഒരു കേസിന് അവരൊരു വില മതിച്ചിട്ടില്ല. കുറച്ച് നാൾ മുന്നേ വഴിയിലിട്ട് എൻ്റെ കുഞ്ഞിനെ എൻ്റെ അച്ഛനെ എന്നെ അമ്മയെ എല്ലാവരെയും കൂടെ അടിച്ച സമയത്തും ഞാനൊരു കേസ് കൊടുത്തവിടെ. അപ്പോൾ അവർ പറഞ്ഞ് അവരുടെ പക്ഷം നിന്ന് ഞാനത് സഹിക്കുക. ഞാൻ ചൈൽഡിൽ കൊണ്ടുപോയി പരാതി കൊടുത്ത് ചൈൽഡിൽ നിന്ന് അവർ തെക്കുംഭാഗം സ്റ്റേഷനിൽ വിളിച്ച്, അങ്ങനെ തെക്കുംഭാഗം സ്റ്റേഷനിൽ തന്നെ വിളിച്ചിട്ട് ചോദിച്ച് ഇങ്ങനെയാണ് ചോദിച്ചത്, പിന്നെ നിങ്ങൾക്ക് എന്തോ പരാതി, അതൊക്കെ കഴിഞ്ഞല്ലേ, അവരെ വിളിപ്പിക്കട്ടെ, നമുക്ക് സംസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സംസാരമൊന്നുമില്ല സാറേ, ഞാൻ ചൈൽഡിൽ കൊടുത്ത കംപ്ലയിൻറ്റാണ്, ആ കംപ്ലയിൻറ്റ് അങ്ങനെ തന്നെ പോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെല്ലാം കഴിഞ്ഞ് പിന്നെ കുഞ്ഞിൻ്റെ മൊഴിയെടുത്ത് ഇവിടെ വന്ന് പോലീസുകാർ മഹസർ എഴുതി. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അവർക്ക് വാറൻറ്റ് ഇഷ്യൂ ചെയ്ത്, അവർക്ക് വാറൻറ്റ് ഇഷ്യൂ ചെയ്തിട്ടൊരു 3-4 ദിവസമായി. അപ്പോൾ ആ വൈരാഗ്യത്തിൻ്റെ പുറത്താണ് അവരിപ്പോൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ.